എറണാകുളം തൈക്കുടത്ത് യുവതിക്ക് ക്രൂരമർദ്ദനം. സുഹൃത്തായ യുവാവ് പിടിയിലായി. വധശ്രമ കുറ്റം ചുമത്തി കേസെടുത്ത് പോലീസ്. യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ഗോപു പരമശിവനാണ് കസ്റ്റഡിയിലുള്ളത്. ഇപ്പോൾ പ്രതികരണം കേൾക്കാൻ യുവതിയുടെ. പിന്നെ എന്തിനാണ് ആദ്യം കാണാനില്ല എന്നൊരു പരാതിയൊക്കെ ഉണ്ടാക്കിയത്? കാണാനില്ല എന്നുള്ള പരാതി ഉണ്ടാക്കിയതല്ല, പുള്ളിക്കാരി മിസ്സായപ്പോൾ ഞാൻ അവര് പറഞ്ഞ നിങ്ങളുടെ ഭീഷണി ഉണ്ടായിരുന്നു, ജീവന ഭീഷണി ഉണ്ടായിരുന്നു എന്നാണ്. ഭീഷണിയൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഞാൻ 5 കൊല്ലമായിട്ട് കൂടെ ജീവിക്കുന്ന പെൺകുട്ടിയാണ്. അപ്പോൾ കൂടെയുള്ള ആളെ എങ്ങനെ മർദ്ദിക്കാമോ? ദേഹത്ത് അത് എല്ലാ തവണയും ചെയ്യണമെന്നില്ല, അത് പറ്റിപ്പോയി. പ്രതിയായ ഗോപുവിന്റെ പ്രതികരണമാണ് കേട്ടത്. അരുൺ ശങ്കർ ചേരുന്നുണ്ട്. അരുൺ, കാലങ്ങളായി ഈ രീതിയിൽ ആക്രമണം ഉണ്ടായിരുന്നു. അത് എത്ര നാളായിട്ടുണ്ടായിരുന്നു? ഏതെങ്കിലും പരാതി യുവതി മുൻപ് നൽകിയിരുന്നോ? പ്രതിയെ കസ്റ്റഡിയിലെടുത്തോ? മറ്റ് നടപടികൾ എങ്ങനെയാണിനി? ഇപ്പോൾ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി ഈ മർദ്ദനം സംബന്ധിച്ച് മാധ്യമങ്ങൾ ചോദ്യം ചോദിച്ചിരുന്നു. അപ്പോൾ ഗോപു പ്രതികരിച്ചത് പറ്റിപ്പോയി എന്നുള്ളതാണ്. എപ്പോഴും മർദ്ദിക്കാറില്ലായിരുന്നു, പക്ഷെ പറ്റിപ്പോയി എന്നൊരു കുറ്റസമ്മതം എന്തായാലും ഗോപു മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷമായിട്ട് തങ്ങൾ ഒരുമിച്ച് താമസിക്കുകയായിരുന്നു എന്ന് ഗോപു പറയുന്നുണ്ട്. അത് പെൺകുട്ടിയും പറയുന്നുണ്ട്. പക്ഷേ പെൺകുട്ടി പറയുന്നത് 5 വർഷമായിട്ട് താൻ പീഡനം ഏറ്റുവാങ്ങുകയായിരുന്നു, അകാരണമായിട്ടാണ് തന്നെ മർദ്ദിക്കുന്നത്, ചാർജറിന്റെ കേബിൾ ഉപയോഗിച്ചാണ് തന്നെ മർദ്ദിച്ചിരുന്നത്. ഈ മർദ്ദനം സംബന്ധിച്ചുള്ള ചില ദൃശ്യങ്ങളും കൂടി പുറത്തു വന്നിട്ടുണ്ടാക്കുക. ആ പെൺകുട്ടിയുടെ ദേഹം മുഴുവൻ ഈ ചുവന്ന പാടുകളാണ്, രക്തം കട്ടയായി കിടക്കുന്ന പാടുകൾ കാണാം ആ ദൃശ്യത്തിൽ. അത്തരത്തിൽ ക്രൂരമായി ആ പീഡനം. ഈ ആദ്യം പരാതി നൽകിയത് ഈ ഗോപു ആയിരുന്നു. ഗോപു പോലീസിൽ പരാതി നൽകിയത് പെൺകുട്ടിയെ കാണുവാനില്ല, തന്റെ കൂടെ താമസിച്ച പെൺകുട്ടിയെ കാണുവാനില്ല എന്ന് കാട്ടിയായിരുന്നു പോലീസിൽ പരാതി നൽകിയത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പെൺകുട്ടിയെ ബന്ധുവീട്ടിൽ നിന്ന് കണ്ടെത്തി. പക്ഷേ പിന്നീടാണ് ഇതിനകത്തൊരു ട്വിസ്റ്റ് വന്നത്. അതായത് പെൺകുട്ടി പോലീസ് നൽകിയ മൊഴിയിലാണ് താൻ കഴിഞ്ഞ കാലങ്ങളിൽ നേരിടേണ്ടി വന്ന ക്രൂരമായ പീഡനത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞത്. വധഭീഷണി ഉള്ളതുകൊണ്ടാണ് താൻ തുറന്നു പറയാതിരുന്നത് എന്നുകൂടി ആ പെൺകുട്ടി പറഞ്ഞു. അങ്ങനെയാണ് പെൺകുട്ടിയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. തുടർന്ന് ഇയാളെ കസ്റ്റഡിയിലെടുത്തു. പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി അവരെ മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കുകയും ചെയ്തു. പിന്നീടാണ് ഈ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇയാൾ യുവമോർച്ച ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു വരികയായിരുന്നു. പാർട്ടിക്കുള്ളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുടെ ഭാഗമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇയാളുടെ നിയമനം സംബന്ധിച്ച് പോലും പാർട്ടിക്കുള്ളിൽ അമർഷമുണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ മറികടന്ന് സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഇയാൾ പാർട്ടിയുടെ അല്ലെങ്കിൽ ഈ സംഘടന പ്രധാനപ്പെട്ട സ്ഥാനത്തേക്ക് എത്തുകയായിരുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ സംഘടനയുടെ ഭാഗത്തു നിന്ന് ഔദ്യോഗിക ഒരു പ്രതികരണം വന്നിട്ടില്ല. എന്തായാലും ഇയാളുടെ അറസ്റ്റ് ഇപ്പോൾ മരട് പോലീസ് രേഖപ്പെടുത്തുകയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്.